നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പാസഭ്യം പറഞ്ഞില്ലല്ലോ, നിന്നെ തിരസ്കരിച്ചില്ലല്ലോ, നിന്നെ കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലല്ലോ, നിന്നെ കുറിച്ച് ഉമ്മയോട് പഴി പറഞ്ഞില്ലല്ലോ. സ്നേഹത്തോടെ നിന്റെ മുഖത്ത് ഉമ്മ വെച്ച് അതാ വളരെ സന്തോഷത്തോടെ ഉമ്മാക്ക് കൈമാറിയിട്ട് വളരെ സ്നേഹത്തോടെ ഉപ്പ കുപ്പായം വൃത്തിയാക്കുന്നു. ദേഷ്യത്തോടൊരൊറ്റ വാക്കും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് പ്രായം കൂടിയ നിന്റെ ഉപ്പ 90 വയസ്സ് പ്രായമായപ്പോ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കപ്പായയില് മൂത്രമൊഴിക്കുന്ന രംഗം വന്നപ്പോ അത് കാണുമ്പോ നിനക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. ഒന്നും മരിച്ചു കിട്ടിയെങ്കിൽ മതി എന്ന് ചിന്തിക്കുകയാണ്. എന്നാണിത് മരിക്കുക എന്നാലോചിക്കുകയാണ്. നിന്റെ ചെറുപ്പം നീ മറന്നുപോയോ? നിന്റെ മാതാവിന്റെ വാത്സല്യം മറന്നുപോയോ? പിതാവിന്റെ സംരക്ഷണം മറന്നുപോയോ? അതുകൊണ്ട് സഹോദരാ, ബാല്യകാലത്ത് എങ്ങനെയാണോ നീ നിനക്കവർ സ്നേഹം തന്നത്, തത്തുല്യമായ സ്നേഹം കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഒരു പരിധിവരെ നിന്റെ സുന്ദരമായ കൈ കൊണ്ട് നിന്റെ ഉമ്മാന്റെ ദേഹം മുഴുവനും നീ തേച്ച് കഴുകി വൃത്തിയാക്കിക്കോ. നിന്റെ ഉമ്മ കാഷ്ടിച്ചു വെച്ചതും നിന്റെ ഉമ്മ മൂത്രമൊഴിച്ചു വെച്ചതും അറുപ്പില്ലാതെ വെറുപ്പിന്റെ മനസ്സില്ലാതെ പ്രയോഗങ്ങളില്ലാതെ നീ അതൊക്കെ എടുത്തങ്ങ് വൃത്തിയാക്കിക്കോ. അപ്പയാണ് അല്ലാഹുവിന് പൊരുത്തപ്പെട്ടവനാകുക, അപ്പയാണ് മാതാവിന് പൊരുത്തപ്പെട്ടവനാകുക, അപ്പയാണ് പിതാവിന് പൊരുത്തപ്പെട്ടവനാകുക. രസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ പോരാ, സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ പോരാ, എന്നെങ്കിലും പോയി ചികിത്സക്കുള്ള കാശ് കൊടുത്തു വന്നാൽ പോരാ. അവരെ സമീപത്ത് ഖിദ്മത്തിനായി നീ എങ്ങി ഒരുങ്ങിക്കോ. ഉസ്താദിന് ഖിദ്മത്തെടുക്കുന്ന ശിഷ്യനെ പോലെ, ആ ഉസ്താദിന് ഖിദ്മത്തെടുക്കുന്ന ശിഷ്യനെ പോലെ നിന്റെ ഉമ്മാന്റെ സമീപത്ത് നീ എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ നേതാവാണെങ്കിലും നീ അവിടെ തപസ്സിരിക്കുകയാണ്. എന്താ നിന്റെ നോട്ടം പടച്ചവരെ? ചെറുപ്പത്തിൽ ഒരു ദിവസം രാത്രി എനിക്ക് വയറുവേദന വന്നിട്ട് ഞാൻ കരഞ്ഞപ്പോ രാത്രി 12 മണിക്ക് എന്റെ ഉമ്മൊന്ന് കണ്ണു ചിമ്മിയതേ ഉള്ളൂ. അപ്പോഴേക്ക് എന്നെ എടുത്ത് മടിയിൽ വെക്കുന്നു. ഞാൻ കാഷ്ടിക്കും, അത് വൃത്തിയാക്കുന്നു. വീണ്ടും എന്നെ എടുത്ത് താരാട്ട് പാടുന്നു. പാടിയിട്ട് എനിക്ക് ഉറക്കമില്ല. പക്ഷേ ഉറങ്ങാത്തതിന്റെ പേരിൽ നീ എന്താ ഉറങ്ങാത്തതെന്ന് എന്നോട് ചോദിച്ചില്ല. ഉറങ്ങാത്തതിന് യാതൊരു പരാതിയും പറഞ്ഞില്ല. ആ പാതിരാ സമയത്തും ക്ഷീണിച്ച കണ്ണുകളെ കൊണ്ട് ഉമ്മ പറയുന്നു, പഠിച്ചവരെ എന്റെ മകന്റെ രോഗം മാറ്റണേ അമ്മോ, വയറുവേദന മാറ്റണേ അമ്മോ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഉമ്മാന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ നീ ആഗ്രഹിക്കേണ്ടത് ഇതൊന്ന് പിരിഞ്ഞു പോകണമെന്നല്ല. എന്റെ ഉമ്മാന്റെ രോഗം മാറ്റണേ അല്ല, എന്റെ ഉപ്പാന്റെ രോഗം മാറ്റണേ അല്ല. ചെറുപ്പകാലത്ത് എത്ര പ്രയാസപ്പെട്ട എനിക്കവർ ചെയ്തു തന്നത്, എനിക്കവർ ദുആ ചെയ്തത്, ഞാനത് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹത്തിന്റെ ചെറുക് താഴ്ത്തി കൊടുത്തോ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഭാര്യമാർക്ക് അടിമപ്പെട്ടുകൊണ്ട്, മക്കൾക്ക് വിധേയരായിക്കൊണ്ട്, മാതാപിതാക്കളോട് വല്ല വാക്കും സംസാരിക്കേണ്ടി വന്നെങ്കിൽ വളരെ ദുഃഖത്തോടെ ഖേദത്തോടെ കൈപിടിച്ചു പൊരുത്തപ്പെടിച്ചിട്ട് നീ പറയണം, ഉമ്മ എന്റെ ആഖിറത്തെ വെളിച്ചത്തിന് വേണ്ടി പൊരുത്തപ്പെട്ട് തരണേ ഉമ്മ. നിങ്ങളത് പൊരുത്തപ്പെടാതെ എന്റെ ജീവിതത്തിന് സന്തോഷമില്ല, എന്റെ ആഖിറത്തിന് വെളിച്ചമില്ല. വളരെ ആത്മാർത്ഥതയോടെ നീ അത് പറയണം, നീ അത് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. റബ്ബിന്റെ മാതാവിന്റെ പൊരുത്തം കിട്ടാതെ സ്വർഗപ്രവേശനം ലഭിക്കില്ലല്ലോ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ കാലടിക്ക് കീഴിലല്ലേ സ്വർഗമുള്ളത്. പറഞ്ഞതിന്റെ വിവക്ഷ അവരെ പൊരുത്തം കിട്ടിയാലേ സ്വർഗത്തിൽ കടക്കാൻ കഴിയോ, അല്ലാതെ സ്വർഗത്തിലെത്താനും പോം വഴിയില്ലല്ലോ. കലിമ ചൊല്ലാൻ വരെ അവരെ പൊരുത്തം കിട്ടണ്ടേ. അതുകൊണ്ട് സഹോദരാ, ജീവിതത്തിലെ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോ, ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചോ. മാതാപിതാക്കൾ സുഖ സൗകര്യങ്ങൾ നീ നേടിക്കൊടുത്തോ. നീ ചിന്തിക്കേണ്ടത്, ഞാൻ വലിയ സുഖത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും എന്റെ മാതാവിന് സുഖം കുറഞ്ഞുകൂടാ, എന്റെ പിതാവിന് സുഖം കുറഞ്ഞുകൂടാ. അവരാണ് എന്റെ സുഖത്തിന് കാരണക്കാര്, അവരാണ് എന്റെ സൗകര്യത്തിന് കാരണക്കാര്. അവർ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കൂടാ, അവർക്കൊരു പനി വന്നുകൂടാ, അവർക്കൊരു തലവേദന വന്നുകൂടാ, അവർക്കൊരു ക്ഷീണവും സംഭവിച്ചുകൂടാ.
വിളിച്ചാലും ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് പോകുന്നത് എന്റെ ഉപ്പാക്ക് എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ളൊരു പാതിരയല്ലേ ചെറുപ്പത്തിൽ എനിക്ക് അവർ ചെലവഴിച്ചത്. ഞാനത് വിസ്മരിക്കാൻ പറ്റില്ലല്ലോ. ആ നിലക്ക് ജീവിച്ച് മാതാപിതാക്കൾക്ക് വഴിപ്പെടണം സഹോദരന്മാരെ. വലിയുപ്പമാരെ പഴിക്കരുത്, അവരെ ചീത്ത പറയരുത്, അവരെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കാട്ടി ചിരിക്കരുത്. പ്രായം കൂടിയതിന്റെ പേരിൽ പലതും പറയുമ്പോ കളിയാക്കരുത്. വളരെ സ്നേഹത്തോടെ പെരുമാറണം. അവരെ എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, എന്നിട്ട് അവരെ നല്ല പൊരുത്തമുള്ള ദുആ അത് കിട്ടിയിട്ട് റബ്ബിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുക. അപ്പോഴാണ് നമ്മൾ ആഖിറത്തിൽ വെളിച്ചമുള്ളവരായി തീരുക. മാതാപിതാക്കളെ ഖിദ്മത്ത് നല്ലവണ്ണം നമ്മൾ ചെയ്തോളണം. അവരെ ഖിദ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഹബീബിനെ ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ മാതാവും പിതാവും നഷ്ടമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പോറ്റുമ്മയെ ബഹുമാനിച്ചതിന്റെ ഉദാഹരണം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് ജിറാനത്ത് എന്ന സ്ഥലത്ത് ഒരു ദിവസം മാംസം ഇങ്ങനെ വിഹിതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാ ഒരു പെണ്ണിങ്ങനെ കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ തലയിലിട്ട തട്ടം അങ്ങോട്ട് വിരിച്ചു കൊടുക്കുന്നു. തട്ടം വിരിച്ചു കൊടുക്കുന്നു. സഹാബത്തൊക്കെ നോക്കുന്നു, ഇതാരാണ്? ആ സമയത്ത് അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചോദിച്ചു നബിയെ, ഇതാരാ വന്നത്? തങ്ങളെ തട്ടം എടുത്ത് വിരിച്ചു കൊടുത്ത് ആദരിക്കണമെങ്കിൽ അതൊരു പ്രത്യേക വനിതയാകണമല്ലോ. ആരാണത്? ആ സമയത്ത് പറയുന്നു, അതാരാണെന്നറിയുമോ? ഹിയ ഉമ്മീ അല്ലതീ അർളഅത്നീ.